ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കാണുന്നത് യേശുവിൻ്റെ അത്യന്തം ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയാണ്. തൻ്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനു മുമ്പായി യേശു പിതാവിനോട് സംസാരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ യേശു തൻ്റെ മഹത്വത്തെക്കുറിച്ചല്ല ആദ്യം പറയുന്നത്, മറിച്ച് മനുഷ്യരുടെ രക്ഷയെക്കുറിച്ചും ശിഷ്യന്മാരുടെ സംരക്ഷണത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. നിത്യജീവൻ എന്നാൽ ഏകസത്യദൈവമായ യേശുവിനെയും അവനെ അയച്ചവനെയും അറിയുന്നതാകുന്നു എന്ന വചനം ഈ ഭാഗത്തിൻ്റെ ഹൃദയമാണ്. ലോകം ഇന്ന് അറിവിലും സാങ്കേതിക വിദ്യയിലും വളരെയേറെ മുന്നേറിയെങ്കിലും ദൈവത്തെ അറിയുന്ന അറിവിൽ പലരും പിന്നോട്ടു പോകുന്നു. പണമുണ്ടെങ്കിലും സമാധാനമില്ല, സൗകര്യമുണ്ടെങ്കിലും സന്തോഷമില്ല, ബന്ധങ്ങളുണ്ടെങ്കിലും സ്നേഹമില്ലാത്ത അവസ്ഥയാണ് ഇന്നത്തെ മനുഷ്യൻ്റേത്. കാരണം നിത്യജീവന്റെ ഉറവിടമായ ദൈവബന്ധം നഷ്ടപ്പെടുമ്പോൾ ജീവിതം ശൂന്യമാകുന്നു. യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ ജീവിതം ദൈവത്തെ അറിയുന്നതിലും അവനോടൊപ്പം നടക്കുന്നതിലുമാണെന്നാണ്. ഈ വചനഭാഗത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു എന്ന് യേശു പറയുന്നു. ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്നത് പോലെ യേശു തൻ്റെ ശിഷ്യന്മാരെ സംരക്ഷിച്ചു. ഇന്നും അതേ യേശു നമ്മെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. പലപ്പോഴും ജീവിതത്തിൽ പരീക്ഷണങ്ങളും നിരാശകളും ഏകാന്തതകളും വരാം. ചിലപ്പോൾ എല്ലാവരും നമ്മെ മറന്നുവെന്ന് തോന്നാം. എന്നാൽ യേശു ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുന്നില്ല. അവൻ നമ്മുടെ പേരുകൾ പിതാവിൻ്റെ സന്നിധിയിൽ എടുത്തു പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കാത്ത സമയത്ത് പോലും യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു എന്ന സത്യം ഈ വചനഭാഗം നമ്മെ ആശ്വസിപ്പിക്കുന്നു. കൂടാതെ യേശു തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതായി പറയുന്നു. നീ എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാൻ പൂർത്തിയാക്കി. ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തെയും ചോദ്യം ചെയ്യുന്നു. ദൈവം ഓരോരുത്തർക്കും ഓരോ ദൗത്യം തന്നിട്ടുണ്ട്. കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ, പഠനത്തിൽ, ജോലിയിൽ നമുക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ പൂർത്തിയാക്കുന്നുണ്ടോ? പലപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും നാം പിന്മാറുന്നു. എന്നാൽ യേശു അവസാനം വരെ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം വെറും വിശ്വാസ പ്രഖ്യാപനം മാത്രമല്ല, ദൈവമേൽപ്പിച്ച ദൗത്യം സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ നിറവേറ്റുന്നതാണ്. ഇന്നത്തെ ഈ വചനഭാഗം നമ്മെ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ദൈവത്തെ അറിയുക, യേശുവിൽ ആശ്രയിക്കുക, നമുക്ക് ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ പൂർത്തിയാക്കുക. ഈ ലോകത്തിലെ താൽക്കാലിക വിജയങ്ങളെക്കാൾ ദൈവബന്ധമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ ഈ പ്രാർത്ഥന നമ്മെയും ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കട്ടെ. നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ മഹത്വത്തിനായുള്ള ഒരു സാക്ഷ്യമായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.